ഹലോ, വെൽക്കം ടു ഡ്രാമ വേൾഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമ ഡിസെൻഡൻസ് ഓഫ് ദി സൺ എപ്പിസോഡ് നമ്പർ 1. വലിയൊരു ആർമി ഓപ്പറേഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഡ്രാമ ഓപ്പൺ ആവുന്നത്. മിലിറ്ററി കമാൻഡ് സെന്ററിലെ എല്ലാ ഹയർ ഓഫീസേഴ്സും ഒരുമിച്ചിരിക്കുന്നു. രാത്രി ഏകദേശം 1:20 ആയപ്പോൾ 3 നോർത്ത് കൊറിയൻ സൈനികർ ബോർഡർ ക്രോസ് ചെയ്തു. കൂടാതെ അവർ കാവൽ നിന്നിരുന്ന 2 സൈനികരെ അതിർത്തിയിൽ പിടിച്ചു വെക്കുകയും ചെയ്തു. നിങ്ങൾ വിഷമിക്കേണ്ട സാർ, ഈ ഓപ്പറേഷൻ വിജയകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആൽഫ ടീമിനെ തന്നെ നിയമിച്ചിട്ടുണ്ട്. അവർ വളരെ വേഗത്തിൽ തന്നെ ഈ ഓപ്പറേഷൻ തീർക്കുമെന്ന് വിശ്വാസമുണ്ട് സാർ. നിർത്ത്, ഇനി ഷൂട്ട് ചെയ്യുന്നതായാലും എന്തായാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞാനാണ് ആൽഫ ടീമിന്റെ ക്യാപ്റ്റൻ യൂഷിജിൻ. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ. അടുത്തുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. അപ്പം നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ ഓപ്പറേഷൻ കമാൻഡറാണ് സംസാരിക്കുന്നത്. അകത്തുള്ള ഞങ്ങളുടെ ആളുകളെല്ലാം സേഫ് ആണോ? ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ തിരിച്ചുവിടണം. ആർമിയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് നിറയെ കീവേഡ്സ് ഒക്കെ കാണും. അപ്പം നമ്മളുടെ ഹീറോ വെളിയിലുള്ള പട്ടാളക്കാരോട് പറയാണ്, ബിഗ് ബോസ് ആയിട്ടുള്ള ഞാനും വോൾഫ്മാനും കൂടി ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും അകത്ത് ചെന്നതിന് ശേഷം നമ്മുടെ സൗത്ത് കൊറിയൻ പട്ടാളക്കാരും നോർത്ത് കൊറിയൻ പട്ടാളക്കാരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫൈറ്റൊക്കെ ചെയ്ത് വെളിയിലോട്ട് വരുവാണ്. അപ്പം നമ്മുടെ ഹീറോന് ആ നോർത്ത് കൊറിയൻ പട്ടാളക്കാരൻ ഗൺ പോയിന്റിൽ വെക്കുക. നമ്മുടെ ഹീറോ അയാളോട് ചോദിക്കുക, നീ ഇപ്പം എന്നെ ഷൂട്ട് ചെയ്യാൻ പോവാണോ? എൻ്റെ ചുറ്റിനും എത്ര പേരുണ്ടെന്ന് നിനക്കറിയാമോ? ഇവിടെ ഇപ്പോൾ നീ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അയാളാണെങ്കിൽ ശരിയാണ് ക്യാപ്റ്റൻ യൂഷിജൻ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റൊക്കെ അവസാനിപ്പിച്ചങ്ങ് പോവുക. അപ്പം നമ്മുടെ ഹീറോ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ ബിഗ് ബോസ് ആൽഫ ടീം വന്നതുപോലെ ഓപ്പറേഷൻ ഭംഗിയായി അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ 2 ഹീറോസും ഒരു വലിയ കോമ്പറ്റീഷൻ പോലെ നല്ല വാശിയോടെ വെടിവെച്ച് അവിടെ കളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്കോർ ബോർഡിൽ അനൗൺസ്മെൻറ്റ് വരുവാണ്, ഇതുവരെ കളിച്ചതിൽ വെച്ച് നിങ്ങൾക്കാണ് ഏറ്റവും ലോ സ്കോർ എന്ന്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവിടെ നിൽക്കുമ്പോഴാണ് അവർ വെളിയിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ പുറത്തൊരു ലേഡി ആണെങ്കിൽ അയ്യോ കള്ളൻ, ആരെങ്കിലും അവനെ പിടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പോവുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഷോപ്പ് ഓണറിൻ്റെ കയ്യിൽ നിന്ന് ഷൂട്ടിംഗ് ഗണ്ണൊക്കെ കുറച്ച് നേരത്തേക്ക് കടമൊക്കെ മേടിച്ചിട്ട് വെളിയിലോട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവുക. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഹീറോ ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക് അല്ലേ, നമുക്ക് നമ്മുടെ വെക്കേഷനൊക്കെ ആഘോഷിക്കാം, എൻജോയ് ചെയ്യാം, ആവശ്യമില്ലാത്ത ഒന്നും പോയി ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഇതൊന്നും വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. സെക്കൻഡ് ഹീറോ പറയാം, ഇത് ഡമ്മി തോക്കല്ലേ, അതുകൊണ്ട് നമുക്ക് 5 മീറ്റർ ഡിസ്റ്റൻസിൽ വരുമ്പോൾ മാത്രമേ ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അവർ റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. ഇപ്പോൾ 10 മീറ്റർ ഡിസ്റ്റൻസ് ആയി, ഇപ്പോൾ 7 മീറ്റർ, നൗ 5 മീറ്റർ, കം ഓൺ ഷൂട്ട്. അങ്ങനെ അവർ അവൻ്റെ നെറ്റിക്കിട്ടൊക്കെ ഷൂട്ട് കൊടുത്ത് ആ പാടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ഇത് പോലീസിനെയൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നെ വീട്, എനിക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ അവിടെ കിടന്ന് ബഹളം വെക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് അവൻ്റെ നെറ്റിക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് പറയാം, ഒരു തെറ്റായ മൂവ് നീ എടുത്തു വെച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ കിടപ്പിലായേനെ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവരവൻ്റെ കാലൊക്കെ കെട്ടിക്കൊടുക്കുക. എനിക്ക് ആ പയ്യനെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമം വരുന്നു. അവനിനി ആ കാല് ശരിയാവും. എന്ത്, നിനക്ക് അവനെ കാണുമ്പോൾ നിന്റെ പഴയകാല ഓർമ്മ വരുന്നോ? അല്ല, അവനൊരു അത്ലറ്റ് ആണെന്ന് തോന്നുന്നു, അതായിരിക്കും അവന് തറയിൽ വീണിട്ട് വലിയ പരിക്കൊന്നും പറ്റാതിരുന്നത്. ഓഹോ, അപ്പം നീയും അങ്ങനെയായിരുന്നോ? കുഞ്ഞിലെ മോഷണമൊക്കെ ആയിരുന്നോ പരിപാടി? അതാണ് അവനെ കാണുമ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ്. അങ്ങനെയൊന്നുമില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മാത്രമാണ് ഞാൻ. ബേസിക്കലി ആം എ ഗ്യാങ് ലീഡർ. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ പയ്യനെ കാണിക്കുന്നത്. അവർ വേറൊരു ലെവലിൽ തന്നെ അവനെ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ബൊമ്മയൊക്കെ എടുത്ത് മാറ്റിയതൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടുണ്ട് എന്നൊക്കെ അവൻ നേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്. ആദ്യം നമുക്ക് എമർജൻസി റൂമിലോട്ട് പോകാം. അപ്പോൾ ആ പയ്യൻ്റെ ഫോൺ തറയിലോട്ട് വീഴുകയാണ്. അത് നേഴ്സ് ചെന്നെടുക്കുവാണ്. യഥാർത്ഥത്തിൽ അത് ആ പയ്യൻ്റെ ഫോണല്ല, അവൻ പിക്ക് പാക്കറ്റ് അടിച്ച ഫോണാണ്. അതായത് നമ്മുടെ സെക്കൻഡ് ഹീറോൻ്റെ ഫോണാണത്. അതായത് അവർ ആ കാലൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവൻ നമ്മുടെ സെക്കൻഡ് ഹീറോൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ആ നേഴ്സ് ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, ഇയാൾക്ക് ബൈക്ക് ആക്സിഡൻ്റ് ആയി, ഞങ്ങൾ എമർജൻസി റൂമിലോട്ട് കൊണ്ടുപോവാണ്, നിങ്ങൾ അവരുടെ ഗാർഡിയൻ ആണോ എന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതെന്താ നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചേക്കുന്ന? അങ്ങനെ അത് വായിച്ചു നോക്കുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. ഇവർ ഡോക്ടറാണ്. നമ്മുടെ ഹീറോ ആണ് ഇവൻ്റെ കയ്യിൽ ഇനി മാർക്കർ വെച്ചിട്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് എന്നെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹീറോയിൻ പയ്യൻ്റെ അടുത്ത് ചോദിക്കും, ഇതാരാ ഈ എഴുതി തന്നേന്ന്. അപ്പം നമ്മുടെ ഈ പയ്യൻ പറയുകയാണ്, എന്നെ ഈ ഗതിയിലാക്കിയത് ആരാണോ അയാളാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. നിന്റെ കയ്യിലും കാലിലും ഒക്കെ നല്ല പരിക്കുണ്ടല്ലോ, നീ ഒരു കള്ളനാണോ? ഇല്ലില്ല, ഞാൻ കള്ളനൊന്നുമല്ല, നിങ്ങളുടെ താരം ഇതൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ പയ്യൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഡോക്ടർ പറയുകയാണ്, നിന്റെ കയ്യിൽ ഇതെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നല്ല വേദനിക്കുന്ന രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ആദ്യം ഇവനെ കൊണ്ട് എക്സ്റേ എടുക്കുക, അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അങ്ങനെ ആ പയ്യനൊരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയാണ്, ഞാൻ വരുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് അവൻ
രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ തക്ക സമയത്തിന് തന്നെ കണ്ടുപിടിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നത്? ഇതിൻ്റെ 2 ചേട്ടന്മാർ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എമർജൻസി റൂമിലല്ല മോർച്ചറിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മുടെ നേഴ്സിൻ്റെ അടുത്തും നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തും ഈ പയ്യൻ പറയുക. അങ്ങനെ നമ്മുടെ പയ്യനാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ചോദിക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എൻ്റേതല്ലേ എന്ന്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിനൊക്കെ ഒടുവിൽ നമ്മുടെ പയ്യനാണെങ്കിൽ ഡോക്ടറിൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ട് പറയുക, ഇതാ എൻ്റെ ഫോൺ, ഇനി ഞാൻ അങ്ങോട്ടും പോകത്തില്ല, തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ പയ്യൻ കൊടുത്തിട്ട് പോയ ഫോണിൽ കോൾ വരുവാണ്. അതായത് പയ്യൻ പിക്ക് പാക്കറ്റ് അടിച്ച ഫോണാണ് കൊടുത്തിട്ട് പോയത്. അപ്പം നമ്മുടെ ഡോക്ടർ നോക്കുക, ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഹീറോയും സെക്കൻഡ് ഹീറോയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അതായത് അവർ ഫോൺ മിസ്സായ കാര്യം അറിഞ്ഞ് വന്നതാണ്. ഉറപ്പായിട്ട് ഇവൻ എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ പയ്യനാണെങ്കിൽ വേറെ സൈഡിൽ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക. അങ്ങനെ നമ്മുടെ ഹീറോ വീണ്ടും ഹീറോൻ്റെ ഫോണിൽ നിന്ന് ആ ഫോണിലോട്ട് കോൾ ചെയ്യുകയാണ്. പക്ഷെ ആരും അത് എടുക്കുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ഡോക്ടർ തന്നെ ഈ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ ചോദിക്കുവാണ്, നിങ്ങളാണോ ബിഗ് ബോസ്? അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതെ ഞാനാണ് ബിഗ് ബോസ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഈ ഫോൺ കിട്ടി? ഇതെനിക്ക് എൻ്റെ പേഷ്യൻ്റ് തന്നതാണ്. നിങ്ങളാരാ? അവൻ്റെ ഗാർഡിയനാണോ? ഗാർഡിയനൊക്കെ തന്നെയാണ്, പക്ഷേ അവനല്ല ഈ ഫോണിന്. അങ്ങനെ നമ്മുടെ ഡോക്ടർ അവരോട് ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ രണ്ടുപേരുമാണോ അവൻ്റെ ബ്രദേഴ്സ്? നിങ്ങളാണ് ഞങ്ങളെ മോർച്ചറിയിലോട്ടൊക്കെ അയക്കുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഹീറോ പറയുകയാണ്, അല്ല ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ നിങ്ങൾ തൽക്കാലം വെളിയിലോട്ട് നിൽക്കാമെന്നും പറഞ്ഞിട്ട് അവരെ വെളിയിലാക്കുവാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയാ, ഫോൺ കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ അടുത്ത് തന്നെ കാണും, നമുക്ക് പോയി കണ്ടുപിടിക്കാമെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോയിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഹീറോ കണ്ടു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ വയറ് വേദനിക്കുന്നു എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നമുക്ക് അവനെ പോയി കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ കുറേ പയ്യന്മാർ ചേർന്നിട്ട് ഈ പയ്യനെ എടുത്തിട്ട് ഇടിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ അവരുടെ അടുത്ത് പറയാം, പ്ലീസ് എന്നെ ദയവ് ചെയ്ത് രക്ഷിക്കുമെന്ന് അവരോട് പറയുവാണ്. ഹീറോ അവൻ്റെ അടുത്ത് ചോദിക്കുക, എന്ത് നീ ഇവരുടെ ഫോൺ മോഷ്ടിച്ചോ? അതാണോ ഇവർ നിന്നെ എടുത്തിട്ടിടിക്കുന്നത്? ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ, ഇവിടെ എന്താ പ്രശ്നം, എന്തുവാന്ന് വെച്ചാൽ പറ എന്ന് പറയുവാണ് നമ്മുടെ ഹീറോ. അവർ പറയാ, ഇവന് ഈ ഗ്യാങ്ങിലുള്ളത് ഇഷ്ടമല്ല, ഇവൻ ഈ ഗ്യാങ്ങിൽ നിന്ന് പോകണമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ എടുത്തു വെച്ചിട്ട് പൊക്കോളാൻ. ആ ശരി, എമൗണ്ട് എത്രയാ? 5 മില്യൺ, അതായത് 50 ലക്ഷം രൂപ കൊടുത്താൽ ഇവനെ ഞങ്ങൾ വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുവാണ്, ഈ പേഴ്സിൽ 5 മില്യൺ, നിങ്ങൾ ചോദിച്ച 5 മില്യൺ തന്നെ ഉണ്ട്, ഇത് ആര് സ്വന്തമാക്കുന്നോ അവർക്ക് ഈ പൈസ ഫുള്ളും എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ വീഴുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയാം, ഇവർ കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇവരത്ര നല്ലവരൊന്നും അല്ലെന്ന്. അങ്ങനെ അവരിലൊരുത്തൻ പറയുകയാണ്, നിങ്ങൾ കയ്യിലുള്ള കത്തിയെല്ലാം ഇവന്മാർ രണ്ടുപേരല്ലേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് വകവരുത്താന്നൊക്കെ പറഞ്ഞിട്ട് അവർ കത്തിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി കത്തിയൊക്കെ എടുത്ത് നമ്മുടെ 2 ഹീറോസിൻ്റെ നേരെ ഇങ്ങനെ വരുന്നു. ആ മോട്ടോർ സൈക്കിൾ പേഷ്യൻ്റ് വീണ്ടും പോയെന്ന് തോന്നുന്നു. പക്ഷേ അവൻ്റെ ഗാർഡിയൻ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ആർമി ഓഫീസർ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്കായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ആർമി ഓഫീസർ അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചോദിക്കണം, നീയാണോ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ? അപ്പം നമ്മൾ ഡോക്ടർ ചോദിക്കണം, നീയാണോ അവൻ്റെ ഗാർഡിയൻ എന്ന്. രണ്ടുപേരും ഷോക്കായിട്ട് അവിടെ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ വേറൊരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയുകയാണ്, ആ മിലിറ്ററി ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. യു മീൻ നിൻ്റെ ക്രഷിനെ കറക്റ്റ് ചെയ്ത ഭംഗിയുള്ള പെൺകുട്ടിയാണോ? അത്രയൊന്നും ഭംഗിയൊന്നും ഇല്ല, കണ്ണൊക്കെ അങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ് അത്ര ബ്യൂട്ടിഫുൾ ആവുക, അത് ഫുള്ള് മേക്കപ്പാന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് അവിടെ. നിനക്കൊരു കാര്യം അറിയോ? കാണാൻ ഭംഗിയുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, അവളുടെ ബോയ് ഫ്രണ്ടിന് 20 വയസ്സേ ഉള്ളൂ. ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് അവളിവിടെ വന്നത്. അങ്ങനെയൊന്നും അല്ല, അവളുടെ ബോയ് ഫ്രണ്ട് ഒരു സോൾജിയറാണ്. സോൾജിയറോ? എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവനൊരു അക്കാഡമി ഓഫീസറാണ്, കൂടാതെ ആ മിലിറ്ററിയിലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും കൂടിയാണ്. മാത്രമല്ല അവൻ്റെ അച്ഛനാണെങ്കിൽ മിലിറ്ററി ജനറലും കൂടിയാണ്. എന്ത് പറ്റി? ആരാ ഇവനിങ്ങനെ അടിച്ച? ഇല്ല, അതൊന്നുമില്ല, അതൊരു ചെറിയ ആക്സിഡൻറ്റ്. കമോൺ പറ, നിന്നെ ഇവർ രണ്ടുപേരാണോ അടിച്ചത്? ഇല്ല, ഇവരെ എന്നെ രക്ഷിച്ചത്. നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ, ഞാൻ പോയി CCTV നോക്കിയിട്ട് വരാം. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഹീറോയും പോകുന്നുണ്ട്. ഞങ്ങളുടെ ഫോൺ എടുത്തത് അവൻ തന്നെയാണ്, പക്ഷേ അവനൊരു ആപത്ത് വന്നപ്പോൾ ഞങ്ങൾ അവനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡോക്ടർ ഇതൊന്നും കേൾക്കുന്നില്ല. ഡോക്ടർ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആ ഫോൺ അങ്ങ് മേടിക്കുക. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ്, ഞങ്ങൾ രണ്ടുപേരും സോൾജേഴ്സാണ്, ഞങ്ങൾ വെക്കേഷനിലിരിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജോബിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നൊക്കെ ഡോക്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് എത്ര നാളായി നമ്മുടെ സോൾജർ ചോദിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ യെസ് മാം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് മറുപടി പറയുന്നു. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും? യെസ് മാം എന്ന് വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്.
ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുകയാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ. ഞാൻ ഫോൺ വിളിച്ചാലും എടുക്കില്ല, നീ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പോലും എന്നെ സമ്മതിക്കില്ല എന്നൊക്കെ നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ നിങ്ങൾ പറയാനുള്ള എല്ലാം പറഞ്ഞു, അപ്പം ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നു പോവുകയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ പറയുക, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പോവും, നിൽക്കെന്നും പറഞ്ഞ് ഭയങ്കര ബഹളത്തിൽ പറയുകയാണ്, ഭയങ്കര ഒച്ചയുണ്ടാക്കി. അപ്പോൾ ആ ഒരു സീനിലേക്ക് നമ്മുടെ ഹീറോ വരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊക്കെ പെടുന്നുണ്ട്, നിങ്ങളല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ CCTVയിൽ ആ വിഷ്വൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫൈറ്റിനെ നല്ല എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുകയാണ്, സോറി ഒന്നും ചോദിക്കേണ്ട, അതിന് പകരം എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയ്ക്ക് പറ്റിയ മുറിവെല്ലാം നല്ല കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, ഇത് ഡെയിലി സാനിറ്റൈസ് ചെയ്യണം, നിങ്ങളുടെ ആർമി ഏരിയയിൽ അങ്ങനെ ക്ലിനിക്കോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത്, ഓ ഞാൻ വരാം, പക്ഷേ എൻ്റെ ഡോക്ടറായിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു, എങ്കിലേ വരൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹീറോ. ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ പയ്യൻ്റെ ബില്ലെല്ലാം നമ്മുടെ സെക്കൻഡ് ഹീറോയാണ് സെറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ പറയുകയാണ്, നല്ല പയ്യനൊക്കെ ആയിട്ടിരിക്കും, ഒരു കുഴപ്പത്തിലും പോയി ചാടരുതെന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമായി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പയ്യൻ നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ അടുത്ത് ചോദിക്കുക, നിങ്ങളെങ്ങനെയാണ് ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുന്നുണ്ട്, അവർക്ക് പിന്തുടർന്ന് വരാൻ കഴിയാത്തൊരു ദൂരത്തിലോട്ടാണ് ഞാൻ പോയതെന്ന്. അങ്ങനെ ആ പയ്യൻ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു എമർജൻസി കേസുമായിട്ട് പോകുന്നത് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, സ്ട്രെച്ചർ വേഗം തള്ളി നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അതിന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ബോർഡിൽ നമ്മുടെ ഹീറോ ഡോക്ടറിൻ്റെ ഓപ്പറേഷൻ ടൈം കാണുന്നുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടർ വരുന്നില്ല. അങ്ങനെ ഹീറോ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഹീറോനെ വിളിക്കുകയാണ്, സോറി നിങ്ങളവിടെ വന്നിരുന്നു എന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഹീറോ പറയുകയാണ്, ആദ്യമായിട്ടാണ് ഞാനൊരു പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ മാറുന്നത്, അത് ഒരു ഡോക്ടർ മൂലമാണ് മാറിയത് എന്ന് നമ്മുടെ ഹീറോ പറയുകയാണ്. നമുക്ക് കാണണമെങ്കിൽ ഇപ്പം കണ്ടാൽ എന്താ കുഴപ്പം, നമുക്ക് കാണാമല്ലേ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പം ഡോക്ടർ പറയുക, കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഡി ആവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഒരുങ്ങി ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോഴത്തേക്കിനാണ് അവിടുത്തെ ന്യൂസിൽ കാണിക്കുന്നത് 2 UN സോൾജേഴ്സിനെ ആരോ കടത്തിക്കൊണ്ട് പോയെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ലിഫ്റ്റിലോട്ട് കയറുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഹീറോ ഡോക്ടറിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ റൂഫ് ടോപ്പിലോട്ട് വരുമോ, നമുക്കിന്ന് കാണാൻ കഴിയില്ല. അങ്ങനെ ഹീറോയിനാണെങ്കിൽ റൂഫ് ടോപ്പിലോട്ട് വരുന്നു. അപ്പം ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നുണ്ട്. അപ്പം ഹീറോയിൻ പറയും, ഇവിടെ എന്തോ എമർജൻസി ഉണ്ടെന്ന് തോന്നുന്നു, തൽക്കാലം നമുക്ക് താഴോട്ട് പോകാം, എമർജൻസി തന്നെയാണ്, എനിക്ക് പോകാനുള്ളതാണ് വരുന്നതെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കുക, എന്താ വലിയ യുദ്ധവും തുടങ്ങിയോന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയുക, യുദ്ധമൊക്കെ തുടങ്ങി, പക്ഷേ ഇവിടെയല്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഡോക്ടറിനെ കൊണ്ട് സത്യമൊക്കെ വേടിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ നെക്സ്റ്റ് വീക്ക് കാണും, അപ്പം നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ല, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണാമെന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഹീറോ ചോദിക്കുവാണ്, യെസ് ഓർ നോ പറ, നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയാം യെസ് എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, നമ്മൾ അടുത്ത നെക്സ്റ്റ് വീക്ക് നമ്മൾ സിനിമയ്ക്ക് പോകുന്നെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ പോവുകയാണ്. അവിടെ ഇരുന്ന് നമ്മുടെ ഹീറോയിനെയും ഹീറോയിൻ ഹീറോയെയും നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്.